യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് ഷിജോ, ഇടവക ആനിക്കാമ്പൊയിൽ. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോൻ ഓസ്റ്റിനാണ്. ഇവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം പിന്നെ സംസാരിക്കാൻ പ്രായമായപ്പം മുതൽ സംസാരം തീരെ കുറവായിരുന്നു. 2-3 വയസ്സായപ്പം അപ്പ എന്ന് മാത്രമേ വിളിക്കുന്നുണ്ടായിരുന്നു. 3 വയസ്സായിട്ടും അപ്പ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. വൈഫ് നേഴ്സാണ്. അപ്പോൾ അവർക്ക് സംശയമായപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് സ്പീച്ച് ഡിലേ ആണ്, ഓട്ടിസത്തിന് ചെറിയ പോയിന്റ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്നെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. മോനെ നോക്കേണ്ടി വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥയായി മാറി എനിക്ക്. അപ്പോൾ ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായി മാറിയിരിക്കുകയും ചെയ്യും അവസ്ഥയൊക്കെ ആയപ്പം. അപ്പം വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും മമ്മിയും ചേട്ടത്തിയും പറഞ്ഞു നീ അഖണ്ഡ ജപമാല കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അത്ഭുതജപമാല കൂടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു, എങ്കിലും ഞാൻ മനസ്സിൽ കണ്ടു തുടങ്ങി. കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ അപ്പം ഈസ്റ്ററിൻ്റെ സമയമൊക്കെ ആയപ്പോൾ അന്നേരം പോലെ കാണുന്നതാണ്. അപ്പോൾ ഒരു ദിവസം വെറുതെ നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ വിളിച്ചു പറഞ്ഞു ഷിജോ എന്ന വ്യക്തി ദൈവം സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഷിജോ ഒരുപാട് പേരുണ്ട്, എങ്കിലും ഞാൻ വിശ്വസിച്ചു ഞാനായിരിക്കുമെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നിന്റെ പേരാണ് ഷിജോ? എൻ്റെ പേര് ഷിജോ. മോൻ്റെ പേര് മോൻ ഓസ്റ്റിൻ. 5.5 വയസ്സ് കഴിഞ്ഞവന്. അന്നേരം ആ നിമിഷം മുതൽ ഞാൻ ഈ നിമിഷം വരെ ലിക്കർ യൂസ് ചെയ്തിട്ടില്ല. 1 കൊല്ലം 1.5 കൊല്ലമായി. പിന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല, ഇത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ പിന്നെ ഇത്ര നാളായിട്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മോനും ഒരുപാട് സംസാരത്തിൽ ഒരുപാട് മാറ്റം കിട്ടി. എല്ലാ കാര്യങ്ങളും പറയുവാൻ വ്യക്തത കുറച്ച് കുറവാണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് സംസാരിച്ചു തുടങ്ങി. ക്ലാരിറ്റി എത്ര കുറവാണെങ്കിലും ആള് നന്നായി സംസാരിക്കാൻ തുടങ്ങി. നല്ലൊരു കൈയടി കൊടുത്തേ കേട്ടോ. അതുപോലെ എഴുതാനും മടിയായിരുന്നു അവന്. ഇപ്പം എഴുതാനും തുടങ്ങി, എല്ലാം എഴുതി തുടങ്ങിയിട്ടുണ്ട്. UKG മോൻ പഠിക്കുന്നത്. അതുപോലെ ചേട്ടനും പഠിക്കാൻ മടിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മെയ് മാസം നാട്ടിൽ വന്നപ്പം ധ്യാനം കൂടിയിരുന്നു, ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവനും ചേട്ടനും പഠിക്കാനും നല്ല മാർക്ക് വാങ്ങി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അത്ഭുതമാല കാണുന്നുണ്ടോ? ഇപ്പോഴും കാണുന്നുണ്ട് കണ്ടോ. പ്രൈസ് ലോ. ഇത് 2ാമത്തെ സാക്ഷിയാണ് ഈ മദ്യപാനം. ഈ അത്ഭുതമാല കണ്ടിട്ട് ഇവിടെ വന്ന് ധ്യാനിച്ചിട്ട് അത് നിർത്തി. അത് പേര് വിളിച്ചോ പറഞ്ഞ അന്ന് മുതൽ പിന്നെ അത് കഴിക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് അലർജി ഉണ്ടായിരുന്നു മേത്ത്. എന്തിനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എപ്പോഴും സിട്രസിന്റെ ഗുളിക എൻ്റെ അടുത്ത് ഉണ്ടാകുമായിരുന്നു. ഒരു ദിവസം അതുപോലെ തന്നെ ഇവിടെ ധ്യാനം കൂടിയതിന് ശേഷം ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഫാദർ ഇങ്ങനെ പറയുമ്പോൾ അലർജി രോഗികൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ സാക്ഷ്യപ്പെടുത്താണ്ടിരുമ്പോൾ പിന്നെ എനിക്ക് ആ ചൊരച്ചിൽ തുടങ്ങി, സിട്രസുമായി കഴിക്കേണ്ട അവസ്ഥ വന്നു തുടങ്ങി. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ സാക്ഷ്യം പറയാത്തതുകൊണ്ടായിരിക്കും തോന്നി. അതുകൊണ്ട് ഞാനിപ്പം അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാണ് ഇവിടെ. ഇത്രത്തോളം അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. വർഷങ്ങളായിട്ടുള്ള അലർജി രോഗി മാറിയിട്ട് സാക്ഷ്യപ്പെടുത്താതെ വീണ്ടും വന്നു തുടങ്ങി കേട്ടോ. വലിയൊരു അനുഗ്രഹം മോനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ലോ.